ടോപ്പ് ട്യൂഷന്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 6 മെറ്റൽസ്. ഈ ചാപ്റ്ററിന്റെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റോട്ട് അയൺ, സ്റ്റീൽ ആൻഡ് കാസ്റ്റ് അയൺ? റോട്ട് അയണും സ്റ്റീലും കാസ്റ്റ് അയണും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മൂന്നും തമ്മിലുള്ള മേജർ വ്യത്യാസം ഓരോന്നിലും അടങ്ങിയിരിക്കും കാർബൺ കണ്ടന്റിന് മാത്രമാണ് വ്യത്യാസമുള്ളത്. എല്ലാനും അയണിൻ്റെ അലോയ് തന്നെയാണ്. അതിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് കാർബൺ അടങ്ങിയിരിക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ് റോട്ട് അയൺ, സ്റ്റീൽ, കാസ്റ്റ് അയൺ എന്ന് വ്യത്യാസപ്പെടുത്തി. ബ്ലാസ്റ്റ് ഫർണസിൽ നമുക്ക് പിഗ് അയൺ കിട്ടും, അതിൽ 4% ആണ്. പിന്നെ റോട്ട് അയൺ, സ്റ്റീൽ, കാസ്റ്റ് അയൺ അതിൽ 4% ആയ ആ കാർബണിനെ കുറച്ച് കൊണ്ടുവന്ന് റോട്ട് അയണിലും സ്റ്റീലിലും കാസ്റ്റ് അയണിലും ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോന്ന് നോക്കൂ. റോട്ട് അയണിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് ലെസ് ദാൻ 0.08% ആണ്. പിഗ് അയണിൽ 4% കാർബണാണ്. അതിൽ നിന്നും നന്നായിട്ട് കാർബൺ പെർസെൻറ്റേജ് കുറച്ച് ലെസ് ദാൻ 0.08% വരെ കുറച്ചിട്ടുണ്ട്. അതാണ് റോട്ട് അയൺ. വെരി ലോ കാർബൺ കണ്ടൻ്റാണ് റോട്ട് അയണിലുള്ളത്. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയ അയണിൻ്റെ ഒരു പ്യുവറസ്റ്റ് ഫോം എന്ന് പറയാം. ഇത് ഭയങ്കര കുറവല്ലേ കാർബൺ പെർസെൻറ്റേജ്. ഇനി റോട്ട് അയണിൻ്റെ പ്രത്യേകത സ്ട്രോങ്, ടഫ്, മാല്യുബിൾ, റെസിസ്റ്റൻസ് കൊറോഷൻ. നല്ല സ്ട്രോങ് ആണ്, നല്ല ഹെവി ആയിട്ടുള്ള ആ സ്ട്രെങ്ത് വേണ്ട ടൂൾസിനൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. മാല്യുബിൾ, നമുക്ക് നീളത്തിൽ വലിച്ചു നീട്ടാനും പരത്തിയെടുക്കാനൊക്കെ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടി എല്ലാം ഈ റോട്ട് അയണിൻ്റെ പ്രത്യേകതയാണ്. റെസിസ്റ്റൻസ് കൊറോഷൻ, അത് കൊറോഷൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ടൂൾസിനൊക്കെ, മെറ്റാലിക് പാർട്ടിന്, പൈപ്പ്സിനെല്ലാം റോട്ട് അയൺ ഉപയോഗിക്കും. നെയിൽസ്, ബോൾസ്, സ്ക്രൂസ്, ഗേറ്റ്, ഫെൻസസ്, ഗേറ്റ്സ്, പൈപ്പ്സ്, അഗ്രികൾച്ചറൽ ടൂൾ, ഇതിലെല്ലാം റോട്ട് അയൺ യൂസ് ചെയ്യാം. സ്റ്റീൽ അതിൻ്റെ കാർബൺ പെർസെൻറ്റേജ് കുറച്ചും കൂടി കൂടുതലാണ്. 0.05 മുതൽ 1.5% വരെ പോകാം കാർബൺ പെർസെൻറ്റേജ് സ്റ്റീലിൽ. അത് ഈ റോട്ട് അയണിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കാർബൺ, പക്ഷേ കാസ്റ്റ് അയണിനേക്കാളും കുറച്ച് കുറവുമായിരിക്കും. ഇവിടെ സ്റ്റീലിന് ഹാർഡാണ്, സ്ട്രോങ് ആണ്, ടഫാണ്. അങ്ങനെ ഓട്ടോമൊബൈൽ, കട്ട്ലറി, യൂട്ടൻസിൽസ്, മെഷീനറി ടൂൾസ് അതിനെല്ലാനും സ്റ്റീൽ ഉപയോഗിക്കും. കാസ്റ്റ് അയണിൽ കുറച്ചും കൂടി കൂടുതൽ കാർബൺ പെർസെൻറ്റേജ് ആണ്. 2 to 4% കാർബണാണ്. കൈൻഡ് ഓഫ് ഹൈ കാർബൺ കണ്ടൻ്റ് ആണ് ഈ മൂന്നിലും കൂടുതൽ കാസ്റ്റ് അയണിലുള്ളത്. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ, അടിച്ച് പൊട്ടിപ്പോകുന്ന വിധത്തിലുള്ള ആ പ്രോപ്പർട്ടി ആയിരിക്കും കാസ്റ്റ് അയണിന് ഉണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസ് കപ്പാസിറ്റി കാസ്റ്റ് അയണിനാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യമുള്ള അത്തരം എക്യുപ്മെൻറ്റ്സ്, സ്റ്റൗസ്, റേഡിയേറ്റർ, ബോയിലേഴ്സ്, അത്തരം സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് കാസ്റ്റ് അയൺ ആണ്. പിന്നെ നല്ല സ്ട്രെങ്ത് ഉള്ളത് കാരണം ഹെവി ഡ്യൂട്ടി ഐറ്റംസ് ലൈക്ക് വെയ്സ്, അത് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള അയൺ ഉപയോഗിക്കേണ്ട കേസിലും കാസ്റ്റ് അയൺ ആണ് ഉപയോഗിക്കുന്നത്. കൊടുക്കും തോറും ഏറിടും, വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ക്വസ്റ്റ്യൻ: 2 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഒന്നിൽ ഒരു ഇരുമ്പാണി മെഗ്നീഷ്യം റിബണിൽ പൊതിഞ്ഞിട്ട് സോൾട്ട് വാട്ടറിലിട്ടു. രണ്ടാമത്തെ കേസിൽ ഒരു ഇരുമ്പാണി കോപ്പർ വയറിൽ ചുറ്റിയിട്ട് സോൾട്ട് വാട്ടറിലിട്ടു. ഈ 2 കേസിലെയും ഏത് ഇരുമ്പാണിയാണ് പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് റസ്റ്റിങ്ങിലേക്ക് പോകുന്നത്? അതിന് കാരണം എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. കോപ്പർ വയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഇരുമ്പാണിക്കാണ് കൂടുതൽ റസ്റ്റിങ്ങിനുള്ള ചാൻസ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുമ്പാണിയുടെ മേലെ കോപ്പർ ചുറ്റിയിട്ട് സോൾട്ട് വാട്ടറിൽ ഇടുമ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ മാതിരിയായിട്ടാണ് ഈ 3 മെറ്റൽസും വർക്ക് ചെയ്യുന്നത്. അതായത് അയണും കോപ്പറും സോൾട്ട് വാട്ടറിൽ ആയിക്കഴിയുമ്പോൾ
അപ്പോൾ ആ ഇലക്ട്രോ കെമിക്കൽ സെൽ ഫോർമേഷനിൽ കൂടുതൽ കൂടുതൽ റിയാക്റ്റീവ് ആയിരിക്കുന്നത് അയൺ ആണ്. കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി അയണിന് കൂടുതലാണ്. അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡായിട്ട് വരുന്നത് കൂടുതൽ റിയാക്റ്റീവായ എലമെൻ്റ് ആണ്. ഇവിടെ കൂടുതൽ റിയാക്റ്റീവായത് അയൺ ആയത് കാരണം അയൺ ആയിരിക്കും ആനോഡ്, അയണിനായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഇലക്ട്രോൺ ലൂസ് ചെയ്ത് പോസിറ്റീവ് അയോൺസ് ആയിട്ട് ഈ അയൺ ആണ് മാറുന്നത്. റസ്റ്റിംഗ് സംഭവിക്കുന്നത് അയണിനാണ്, കോപ്പറുമായിട്ട് കണക്ട് ചെയ്ത സിറ്റുവേഷൻ. സെക്കൻഡ് സിനാരിയോയിൽ അയൺ ലെയറിൽ വെച്ചിരിക്കുന്നത് മെഗ്നീഷ്യവുമായിട്ടാണ്. മെഗ്നീഷ്യവുമായിട്ട് ഉള്ള സിറ്റുവേഷനിൽ മെഗ്നീഷ്യമാണ് അയണിനേക്കാളും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ ആ ഇലക്ട്രോ കെമിക്കൽ സെൽ ഫോർമേഷനിൽ കൂടുതൽ റിയാക്റ്റീവായ മെഗ്നീഷ്യമാണ് ആനോഡായി വരുന്നത്. മെഗ്നീഷ്യത്തിനാണ് കൊറോഷൻ സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ മെഗ്നീഷ്യം ഒരു സാക്രിഫിഷ്യൽ ആനോഡായിട്ട് വർക്ക് ചെയ്ത് ഈ അയൺ നെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ് ഈ സിറ്റുവേഷനിൽ നടക്കുന്നത്. കോപ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയൺ നെയിൽ പെട്ടെന്ന് റെസ്റ്റ് ആകും. മെഗ്നീഷ്യം കൂടുതൽ റിയാക്റ്റീവ്, അയണിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയ മെഗ്നീഷ്യവുമായിട്ട് കണക്ട് ചെയ്ത സിറ്റുവേഷനിലാവുമ്പോഴേക്കും കൂടുതൽ റിയാക്റ്റീവായ മെഗ്നീഷ്യത്തിനാണ് കൊറോഷൻ സംഭവിക്കുന്നത്. അയൺ നെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. ക്വസ്റ്റ്യൻ: സ്റ്റീൽ എന്തുകൊണ്ടാണ് പ്യുവർ അയണിനേക്കാളും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട്? അതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. പ്യുവർ ആയിട്ടുള്ള അയൺ അതിൻ്റെ ക്വാളിറ്റീസ് നോക്കുവാണെങ്കിൽ റിലേറ്റീവ്ലി നല്ല സോഫ്റ്റ് ആണ്, അതത്ര സ്ട്രോങ് അല്ല പ്യുവർ ആയിട്ടുള്ള അയൺ നോക്കുവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിധത്തിൽ ആ പ്യുവർ അയൺ ഉപയോഗിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ പ്യുവർ അയണിലേക്ക് ഒരു കുറച്ച് എമൗണ്ടിൽ നമ്മൾ കാർബൺ, നോൺ മെറ്റലായ കാർബൺ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പ്യുവർ അയണിൻ്റെ സ്ട്രെങ്ത്, ഹാർഡ്നെസ് ഒക്കെ നന്നായിട്ട് കൂട്ടാൻ പറ്റും. അതുകൊണ്ട് കാർബൺ ആഡ് ചെയ്ത ആ അയണാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപയോഗത്തിന് അയണിനെ പ്രാപ്തമാക്കുന്നത്. ദ പ്രോപ്പർട്ടീസ് പിന്നെ നമുക്ക് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ടാണെങ്കിൽ ഈ അയണിന് അലോയ്സ് ഉണ്ടാക്കാം. അതായത് കൂടുതൽ വേറെ മെറ്റൽസ് ആഡ് ചെയ്ത്, ഫോസ്ഫറസ്, സിങ്ക്, അങ്ങനെ മെറ്റൽസ് ഈ അയണിൻ്റെ കൂടെ ആഡ് ചെയ്ത് അലോയ്സ് ഉണ്ടാക്കി, അലോയ് സ്റ്റീൽസ് ആക്കി മാറ്റി, അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമുക്ക് പ്യുവർ അയണിനേക്കാളും കൂടുതൽ ഉപയോഗമുള്ള സാധനങ്ങൾക്ക് സ്റ്റീലിനെ മാറ്റാൻ പറ്റും. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാഗ്നറ്റിക് സെപ്പറേഷൻ? മാഗ്നറ്റിക് സെപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? അത് ഏത് ഓറിൻ്റെ സെപ്പറേഷന് വേണ്ടി, കോൺസെൻട്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചറിലെ കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ കോമ്പണൻസ് ആണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ആ മിക്സ്ചറിലെ കോമ്പണൻസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സെപ്പറേഷൻ. ഇവിടെ മെറ്റലർജിയുടെ ഫസ്റ്റ് ഫേസിലെ ഓർ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെയിൻ മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. അവിടെ ഒന്നുകിൽ ഓറ് മാഗ്നറ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്യാങ് മാഗ്നറ്റിക് ആയിരിക്കണം. അപ്പോൾ മാഗ്നറ്റിക് ആയിട്ടുള്ള ആ പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് അല്ലാത്ത പാർട്ടിക്കിളിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു കൺവെയർ ബെൽറ്റിൽ കൂടെ ആ പൗഡേർഡ് ഓർ കടത്തി വിടുമ്പോൾ ഈ റോളർ ഒരു മാഗ്നറ്റിക് ആയിരിക്കും, മാഗ്നറ്റിക് റോളറാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഈ റോളറിനോട് അട്രാക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഈ കണ്ടെയ്നറിൽ വന്നു. മാഗ്നറ്റിക് അല്ലാത്തത് അട്രാക്ഷൻ നടക്കില്ലല്ലോ, അത് നോർമൽ ഫ്ലോയിൽ വന്ന് അടുത്ത കണ്ടെയ്നറിൽ കളക്ട് ചെയ്യുന്നു. ഇതാണ് പ്രിൻസിപ്പിൾ. ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കുന്ന മെയിൻ ഒരു സിനാരിയോ ആണ് അയൺ ഓറായ ഹേമറ്റൈറ്റിൻ്റെ ഓർ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട്. ഈ വിധത്തിലാണ് ഹേമറ്റൈറ്റിനെ ഓർ കോൺസെൻട്രേറ്റ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ? വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് സ്റ്റീൽ? സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് എന്തൊക്കെയാണ്?
സ്റ്റീലിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണ്? 2 ക്വസ്റ്റ്യൻ. ആൻസർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അത് അയണിൻ്റെ ഒരു അലോയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? അയൺ, ക്രോമിയം, നിക്കൽ, പിന്നെ ഒരു ചെറിയ അളവിൽ നോൺ മെറ്റലായ കാർബൺ. അയൺ, ക്രോമിയം, നിക്കൽ ആൻഡ് കാർബൺ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഹൈ റെസിസ്റ്റൻസ് ടു കൊറോഷൻ ആൻഡ് റസ്റ്റിംഗ്. അയണിനെ അപേക്ഷിച്ച് അത് അലോയായി സ്റ്റീലിലേക്ക് മാറിക്കഴിയുമ്പോൾ ഹൈ റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ ആണ്. അതാണ് സ്റ്റീലിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അതുകൊണ്ട് സ്റ്റീൽ നമ്മുടെ പല ആവശ്യങ്ങൾക്കും, കിച്ചൺ യൂട്ടൻസിൽസ്, ബിൽഡിങ്ങിൻ്റെയൊക്കെ സ്ട്രക്ചർ, സർജിക്കൽ എക്യുപ്മെൻറ്റ്, ഓട്ടോമൊബൈൽ പാർട്സ്, അങ്ങനെ എല്ലാ അയണിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അയണിൻ്റെ അലോയായ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ക്വസ്റ്റ്യൻ: കോൺസെൻട്രേഷൻ ഓഫ് ഓർ എങ്ങനെയാണ് റിഫൈനിങ് ഓഫ് എ മെറ്റലിന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഓറും റിഫൈനിങ് ഓഫ് എ മെറ്റൽ, ഈ 2 പ്രോസസ്സും തമ്മിൽ എന്താണ് വ്യത്യാസം? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ആൻസർ കോൺസെൻട്രേഷൻ ഓഫ് ഓർ അത് മെറ്റലർജിയുടെ ഇനീഷ്യൽ ഫേസിലുള്ളതാണ്. അവിടെ ഓറിൽ നിന്നും അൺവാണ്ടഡ് മെറ്റീരിയൽസ്, അതായത് ഇംപ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്ത് ആ ഓറിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുക. ആ പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ഓറിന് ഉപയോഗിക്കുന്നത് പല മെത്തേഡ് ഉപയോഗിക്കും. ഡിപ്പെൻസ് നമ്മുടെ ആ ഓർ പാർട്ടിക്കിളിൻ്റെയും ഗ്യാങ്ങിൻ്റെയും പ്രോപ്പർട്ടീനെ അനുസരിച്ചിട്ട് സ്യൂട്ടബിളായ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഓർ കോൺസെൻട്രേഷൻ. ഇത് ആക്ച്വലി ഒരു ഫിസിക്കൽ സെപ്പറേഷനാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മാഗ്നറ്റിക് സെപ്പറേഷൻ ഒരു കോൺസെൻട്രേഷൻ ഓഫ് ഓറിനുള്ള ഒരു മെത്തേഡാണ്. അവിടെ ഓറിൻ്റെയും അതിൻ്റെ കൂടെയുള്ള ഗ്യാങ്ങിൻ്റെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടീനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സെപ്പറേഷൻ. അതായത് ഇപ്പോൾ ഓർ, ഫോർ എക്സാമ്പിൾ അയൺ ഓർ, അത് ഓർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ആണ്. അപ്പോൾ മാഗ്നറ്റിക് സെപ്പറേഷൻ നടത്തുമ്പോൾ ഇത് ഒരു കൺവെയർ ബെൽറ്റിൽ കൂടെ പൗഡർഡ് പാർട്ടിക്കിൾസ് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മാഗ്നറ്റിക് റോളറിൻ്റെ ഈ ഇഫക്റ്റ് കൊണ്ടിട്ട് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഇതുമായിട്ട് അട്രാക്ട് ചെയ്ത് സെപ്പറേറ്റ് ഔട്ട് ഡിഫറെൻറ്റ് കണ്ടെയ്നറിലേക്ക് വന്നു. മാഗ്നറ്റിക് അല്ലാത്ത ഗ്യാങ് പാർട്ടിക്കിൾ സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. അങ്ങനെ ഒരു ഫിസിക്കൽ സെപ്പറേഷനാണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർ നടക്കുന്നത്. ഇനി റിഫൈനിങ് എന്ന് പറഞ്ഞാൽ മെറ്റലർജിയുടെ ഏതാണ്ട് ഒരു ഫൈനൽ സ്റ്റേജിൽ ആണ്. ആഫ്റ്റർ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടി ചെറിയ അളവിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ടാകും. അതായത് ഈ മെറ്റലിനെ കൂടാതെ വേറെ സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടാകാൻ ഉള്ളത്, അതിനെ റിമൂവ് ചെയ്തിട്ട് ഒരു പ്യുവർ ഫോമിലേക്ക് ആ എക്സ്ട്രാക്ട് ചെയ്ത മെറ്റലിനെ മാറ്റുന്ന ആ പ്രോസസ്സാണ് റിഫൈനിങ്. റിഫൈനിങ് ആക്ച്വലി കൈൻഡ് ഓഫ് എ കെമിക്കൽ പ്രോസസ്സാണ്. അതായത് ഏതെങ്കിലും ഫിസിക്കലി റിമൂവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ആയ സബ്സ്റ്റൻസ് ആ എക്സ്ട്രാക്ട് ചെയ്ത മെറ്റലിനെ കെമിക്കലായിട്ട് പ്രോസസ്സ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. ഇവിടെ ഒരു എക്സാമ്പിളാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. പ്യുവർ ഫോമിലുള്ള മെറ്റലിനെ റിഫൈൻ ചെയ്തെടുക്കുന്നതിനുള്ള ഒരു ബെസ്റ്റ് പ്രോസസ്സാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. കോപ്പർ എല്ലാം ഇങ്ങനെ ഇലക്ട്രോലിറ്റിക് റിഫൈൻ ചെയ്തിട്ട് ഒരു പ്യുവർ ഫോമിലേക്ക് മാറ്റാം. Subscribe to this channel for more videos like this. ക്വസ്റ്റ്യൻ: സിങ്ക് ഒരു മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. സിങ്കിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഒരു അക്വസ് സൊല്യൂഷൻ, സിങ്കിൻ്റെ ഒരു കോമ്പൗണ്ട് അതിൻ്റെ വെള്ളത്തിൽ ലയിപ്പിച്ച ആ അക്വസ് സൊല്യൂഷനാണ് എടുത്തതെങ്കിൽ അതിനെ ഇലക്ട്രോളിസിസ് ചെയ്തിട്ട് നമുക്ക് സിങ്കിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിങ്ക് ഒരു മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അതിൻ്റെ ഒരു കോമ്പൗണ്ട്, അതിൻ്റെ ഒരു സോൾട്ട് എടുത്തിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ച് അക്വസ് സൊല്യൂഷനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഇലക്ട്രോളിസിസിന് വേണ്ടി എടുത്ത ആ ഇലക്ട്രോലൈറ്റിൽ എന്തൊക്കെയുണ്ട്? സിങ്കിൻ്റെ അയോൺസും ഉണ്ടാകും, പിന്നെ അക്വസ് ആയത് കാരണം വാട്ടറിൻ്റെ മോളിക്യൂൾസ് ഉണ്ടാകും.
അയോൺസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ Zn+ അയോൺസിൻ്റെ കൂടെ വാട്ടറിൽ നിന്നുള്ള H+ഉം OH- അയോൺസ് കൂടി ആ അക്വസ് സൊല്യൂഷനിൽ ഉണ്ട്. അപ്പോൾ സിങ്ക് Zn2+ ആൻഡ് H+, ഈ 2 അയോൺസുമാണ് കാഥോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നത്. Zn2+ഉം രണ്ട് Zn2+ഉം H+ഉം കാഥോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ സിങ്ക് കൂടുതൽ റിയാക്റ്റീവാണ്. അതായത് കൂടുതൽ അയോൺ ഫോം ചെയ്ത് ആ ഫോമിൽ നിൽക്കാനുള്ള ടെൻഡൻസി കൂടുതൽ സിങ്കിനാണ്. കാഥോഡിലേക്ക് Zn2+ഉം H+ഉം എത്തിയാൽ സിങ്ക് റിയാക്റ്റീവ് ആയത് കാരണം അയോൺ ആയി തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് അതിൻ്റെ ടെൻഡൻസി. എളുപ്പത്തിൽ റിഡക്ഷൻ നടത്താൻ പറ്റുന്നത്, കമ്പാരബിളി എളുപ്പം നടക്കുന്നത് H+ അയോൺസിനാണ്. അപ്പോൾ ഈ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നത് H+, പിന്നെ ഹൈഡ്രജനാണ് ഫോം ചെയ്യുന്നത്. സിങ്ക് ഡെപ്പോസിറ്റ് ആയി കിട്ടില്ല, കാരണം സിങ്കിൻ്റെ റിയാക്ടിവിറ്റി കൂടുതലായത് കാരണം. അതുകൊണ്ടാണ് അക്വസ് സൊല്യൂഷൻ ഓഫ് സിങ്ക് സോൾട്ട് വെച്ചിട്ട് ഇലക്ട്രോളിസിസ് ചെയ്താൽ നമുക്ക് സിങ്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം സിങ്കിൻ്റെ റിയാക്ടിവിറ്റി കൂടുതലായത് കാരണം. അതിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ ഹൈഡ്രജൻ ആയിരിക്കും കാഥോഡിൽ റിഡക്ഷൻ നടത്തുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ബ്ലിസ്റ്റർ കോപ്പർ? ബ്ലിസ്റ്റർ കോപ്പർ എന്നാൽ എന്താണ്? കോപ്പറിൻ്റെ എക്സ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിഷ്യലി നമുക്ക് കിട്ടുന്ന ആ ഫോമിലുള്ള കോപ്പറാണ് ബ്ലിസ്റ്റർ കോപ്പർ. അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഇങ്ങനെ ഇരിക്കുന്ന കാരണമാണ് ബ്ലിസ്റ്റർ കോപ്പർ എന്ന് പറയുന്നത്. 98% പ്യൂരിറ്റിയാണ് ഈ സമയത്ത് കോപ്പറിന് ഉള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ലുക്ക് ആൻഡ് ഫീൽ കോപ്പറിന് വരുന്നത്? കോപ്പർ എക്സ്ട്രാക്ഷൻ സമയത്ത് നോക്കി, ഓറിൽ നിന്നും ഒരു സെൽഫ് റിഡക്ഷൻ പ്രോസസ്സ് കൂടെയാണ് മെറ്റാലിക് കോപ്പർ കിട്ടുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ കുപ്രസ് സൾഫൈഡ്, അതായത് കോപ്പർ ഗ്ലാൻസ്, അതാണ് നമ്മുടെ ഓർ എന്നുണ്ടെങ്കിൽ, കോപ്പറിൻ്റെ ഓർ എന്നുണ്ടെങ്കിൽ അതിനെ റോസ്റ്റ് ചെയ്ത്, ഒരു പാർഷ്യൽ റോസ്റ്റിംഗ് ചെയ്ത് കുപ്രസ് സൾഫൈഡിനെ കുപ്രസ് ഓക്സൈഡ് പാർഷ്യലി ആയിട്ട് മാറ്റും. എന്നിട്ട് ഈ കുപ്രസ് സൾഫൈഡ് സെൽഫ് റിഡക്ഷൻ നടത്തി കുപ്രസ് ഓക്സൈഡിനെ സെൽഫായിട്ട് റിഡക്ഷൻ ചെയ്ത് മെറ്റാലിക് കോപ്പർ ആക്കുകയാണ് ചെയ്യുന്നത്. കുപ്രസ് ഓക്സൈഡ് പ്ലസ് കുപ്രസ് സൾഫൈഡ് റിയാക്ട് ചെയ്ത് മെറ്റാലിക് കോപ്പറും കിട്ടുന്നത് SO2 ഇത് ഒരു ഗ്യാസാണ്, സൾഫർ ഡയോക്സൈഡ്. ഈ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ഈ കോപ്പർ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ഒരു ബബിൾസ് ആയിട്ട് ഈ കോപ്പറിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ ആ ബബിൾസിൻ്റെ പ്രസൻസ് ആണ് സോളിഡിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ബ്ലിസ്റ്റേഴ്സിൻ്റെ രൂപത്തിൽ കോപ്പറിനെ ഷേപ്പ് മാറ്റും. അതുകൊണ്ടാണ് ഇതിനെ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് പേര് കൊടുത്തത്. ക്വസ്റ്റ്യൻ: അലുമിനിയം അത് ഒരു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. പക്ഷേ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന അലുമിനിയം യൂട്ടൻസിൽസ്, അത് എല്ലാ ഒബ്ജക്ട്സും അത് ഒരു അൺറിയാക്റ്റീവ് ആയ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതിനുള്ള റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അലുമിനിയം അത് ഹൈലി റിയാക്റ്റീവ് ആണ്, പക്ഷേ അത് ഡസ് നോട്ട് കൊറോഡ് ഈസിലി. അലുമിനിയം അയണിൻ്റെ അത്രയും എളുപ്പത്തിൽ കൊറോഷൻ നടക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അലുമിനിയം ആദ്യം തന്നെ റിയാക്ഷൻ എയറുമായിട്ട് ഓക്സിജനുമായിട്ട് നടത്തിയിട്ട് ഒരു അലുമിനിയം ഓക്സൈഡ് Al2O3 ഒരു തിൻ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അലുമിനിയം ഓക്സൈഡിൻ്റെ ഒരു ലെയർ ഈ അലുമിനിയം ഒബ്ജക്റ്റിൻ്റെ മേലെ ഫോം ചെയ്യും. അലുമിനിയം ഒബ്ജക്റ്റ് ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ Al2O3. ഓക്സൈഡ് ലെയർ, അലുമിനിയത്തിൻ്റെ ഈ ഓക്സൈഡ് ലെയർ നോൺ പോറസ് ആണ്. അതായത് സ്മോൾ ഹോൾസോ അതിന് ഇൻട്രാക്ഷൻ ആ ഒബ്ജക്റ്റ് അലുമിനിയം ഒബ്ജക്റ്റിൻ്റെ മേലെയുള്ള ഈ ഓക്സൈഡ് ലെയർ നോൺ പോറസ് ആണ്. അതിൽ ഹോൾസ് ഒന്നുമില്ല. സോ ദാറ്റ് ഒബ്ജക്റ്റിന് എൻവയറൺമെൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ നടത്താനായിട്ട് പറ്റില്ല. സ്ട്രോങ്ലി നല്ല അഡ്ഹേഴ്സ് ടു ദ മെറ്റൽ, ആ മെറ്റലിൻ്റെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ഈ ഓക്സൈഡ് ലെയർ ഉണ്ടാകുന്നത് കാരണം അതൊരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാരണമാണ് അലുമിനിയം ഒബ്ജക്ട്സ് എൻവയറൺമെൻറ്റുമായിട്ട് കൊറോഷനോ ഉള്ള ആ ഒരു ചാൻസ് ഇല്ല.
അൺറിയാക്റ്റീവ് ഫോമിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഇസ് മെന്റ് ബൈ മെറ്റൽ ഏജ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി? ഹ്യൂമൻ ഹിസ്റ്ററിയിലെ മെറ്റൽ ഏജ് എന്നതുകൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? മെറ്റൽ ഏജ് അത് ഹ്യൂമൻ ഹിസ്റ്ററിയിലുള്ള ഒരു സമയമാണ്. അത് സ്റ്റോൺ ഏജിന് ശേഷം വരുന്ന കാലഘട്ടത്തെയാണ് ഈ മെറ്റൽ ഏജ് കൊണ്ടിട്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ആ സമയത്ത് ഹ്യൂമൻസ് ഉപയോഗിച്ചിരുന്ന ഏതൊക്കെ മെറ്റൽസ്, അവരുടെ ടൂൾസ്, വെപ്പൺസ്, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന പല ഒബ്ജക്ട്സുകൾ, അതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മെറ്റലിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ആ സമയത്തിന് മെറ്റൽ ഏജ് എന്ന് പേര് കൊടുത്തത്. ആ മെറ്റൽ ഏജിനെ തന്നെ പിന്നെയും സബ് ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. കോപ്പർ ഏജ്, ബ്രോൺസ് ഏജ്, അയൺ ഏജ്. ഏത് പർട്ടിക്കുലർ മെറ്റലാണോ കൂടുതലായിട്ട് ഉപയോഗിച്ചത് ആ സമയത്ത് നിന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോപ്പർ ഏജ്, ബ്രോൺസ് ഏജ് ആൻഡ് അയൺ ഏജ് എന്നും സബ് ഡിവൈഡും ചെയ്തിട്ടുണ്ട് ഈ മെറ്റൽ ഏജിനെ. ഈ മെറ്റൽ അതിൻ്റെ ആ ഒരു ഉപയോഗവും അതെല്ലാം ഹ്യൂമൻ സിവിലൈസേഷനിൽ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. അതുകൊണ്ടാണ് അതിനെ മെറ്റൽ ഏജ് എന്ന് നാമകരണം ചെയ്തത്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.